സിംഗപ്പൂരിലെ എസ്പ്ലനേഡ് എന്ന് പറഞ്ഞൊരു MRT കൂടെ ഞാനിങ്ങനെ തേരാപ്പാര നടന്നപ്പോഴത്തേനും ജപ്പാൻ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു. അതിനകത്താണെങ്കിൽ ഒരു വലിയ പൂച്ചക്കുട്ടി ഇരുന്ന് കൈയായിട്ട് വിളിക്കുന്നുണ്ടിട്ട് എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ജഗ്ഗ കണ്ടത് എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ അകത്തോട്ട് കയറിയപ്പോഴത്തേനെ ജ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. $20 ഉള്ളൂ. നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കത്തി റേറ്റാണ്. നമ്മുടെ നാട്ടിലെ റേറ്റൊക്കെ കണ്ടുവന്നിട്ട് ഇവിടെ ഇതൊക്കെ കാണുമ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ അമ്മ എന്ത് വിലയാണെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് ഈ കപ്പൊക്കെ $15, പിന്നെ ഈ ഡോളൊക്കെ കണ്ടില്ലേ $10 വേറെ ഷോപ്പിലൊക്കെ ഇത് ഇച്ചിരി കൂടുതലാണ്. സിംഗപ്പൂരിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. ഇത് കണ്ടോ മെഷറിംഗ് കപ്പ്, ഇത് ഗ്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മേടിച്ചേനെ. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതൊക്കെ കപ്സ് കൊള്ളത്തില്ല കേട്ടോ. സാധാരണ വേറെ ഷോപ്പിലൊക്കെ $2 ഞാൻ നല്ല ഭംഗിയുള്ള കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് യൊപ്പൊക്കി, നമ്മുടെ കൊറിയൻ റൈസ് കേക്കാണ്. ഇവിടെ 95% ജപ്പാൻ മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും കുറച്ചൊക്കെ കൊറിയൻ മെയ്ഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് പീച്ചിൻ്റെ ഡ്രൈഡ് വേർഷനാണ്. അത് കുറേ ടൈപ്പൊക്കെ ഉണ്ട്, പീച്ച് ഫ്ലൈസും പീച്ച് ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വസാബി ഫ്ലേവറിലുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീവീഡ് പോലും വസാബി ഫ്ലേവറിലുള്ള ഉണ്ടായിരുന്നു. വസാബി എന്ന് പറയുന്നത് ജാപ്പനീസുകാരുടെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ കിംജി ഫ്ലേവറിലുള്ള സീവീഡൊക്കെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ജാപ്പനീസുകാരുടെ കുറേ ഡ്രിങ്ക്സൊക്കെ വേറെ ഷോപ്പിലൊന്നും കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ, വെറുതെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഈ ഒരു സംഭവം കണ്ടോ, ഇത് കോഫി, ഇത് മേടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങ് മടിച്ചു. ഇവിടെ പിന്നെ ജാപ്പനീസുകാരുടെ നൂഡിൽസ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, അത് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നേ. കുറേ എണ്ണത്തിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാനിങ്ങനെ എടുത്തില്ല. ഇനി ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 3 മിനിറ്റിലൊന്നും നിർത്താൻ പറ്റുന്ന ഒരു ഷോപ്പൊന്നും ആയിരുന്നില്ല ഇത്. പിന്നെ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ എണ്ണത്തിൻ്റെയൊക്കെ പാക്കേജ് ഇങ്ങനെ പിങ്കി കളേഴ്സൊക്കെയാണ്. പിന്നെ ഇത് കുക്ക് ചെയ്ത 5 ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് റൈസാണോ ഗ്രെയിൻസാണോ എന്തോ സംഭവം. പിന്നെ വലിയ വൈൻ ഗ്ലാസ് ആണ് ഇത്. നമ്മുടെ നാട്ടിൽ കാണുന്ന നോർമൽ വൈൻ ഗ്ലാസ്സിനേക്കാളും ഡബിൾ വലിപ്പമുണ്ട്. എനിക്കത് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൊണ്ട് നാട്ടിലോട്ട് വരണ്ടേ, ലഗേജ് വെയിറ്റ് കൂടത്തില്ലേ എന്ന് ഓർത്തിട്ട് വേണ്ട വെച്ചു. ഈ കാണുന്ന കുടകളൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമ്മുടെ കൈപ്പത്തിയുടെ അത്രയേ ഉള്ളൂ വലിപ്പം, നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട്. പക്ഷെ $17 ആയതിൻ്റെ വില. അത്രയും വില കൊടുത്തിട്ട് കുട മേടിക്കേണ്ട അത്ര സാമ്പത്തികം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ 3 നമ്മൾ എടുക്കുവാണെങ്കിൽ 15% ഓഫറുണ്ട്. എന്നാൽ പോലും ഇത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇത് വാട്ടർ ബോട്ടിൽസാണ്, നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ വാട്ടർ ബോട്ടിൽസൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേനും എനിക്കുണ്ടല്ലോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നും. പിന്നെ കുറേ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുക്ക് ചെയ്യാൻ പറ്റുന്ന കെറ്റിൽസും പിന്നെ അങ്ങനെ റൈസ് കുക്കറും അങ്ങനെ. ഇത് കണ്ടോ, ഈ കാസ്ട്രോൾ ഞാൻ മേടിച്ചു കേട്ടോ, $6.95 അങ്ങനെ കണ്ടോ ആയിരുന്നു. വേറെയും കുറേ കാസ്ട്രോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൈലോ സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അഡിക്റ്റ് ആവുന്നൊരു സംഭവം, അതും ഒരെണ്ണം മേടിച്ചു.